وسيرة خير الأنام لنا كغيث هما للدنا واستقر. عليه الصلاة عليه السلام خليل الإله وخير البشر. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على سيدنا محمد أشرف الخلق أجمعين وعلى آله وصحبه الأكرمين. أما بعد. അബുദാബി സുന്നി സെന്ററും അബുദാബി SKSSF-ഉം സംയുക്തമായി ഒരുക്കുന്ന വൈജ്ഞാനിക വിരുന്ന് അല്ലാമ ഖാദി അയ്യാൽ റഹിമഹുല്ല അവരുടെ കിതാബ് ഷിഫ പഠന പരമ്പരയിലെ 23ാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ മഹാനവറുകൾ ഫസ്ലുൻ ഫി ഇജാബത്തി ദുആഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില ദുആകൾ, ആ ദുആകൾക്കുണ്ടായ അത്ഭുതകരമായ അതിന്റെ റിസൾട്ടുകൾ, അതിന്റെ ഫലങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഫസ്ലാണ്. അനേകം സംഭവങ്ങളുണ്ട്. അതിന് തുടക്കത്തിൽ മഹാനവറുകൾ തന്നെ പറയുന്നത് ഹാദാ ബാബും വാസിഉൻ ജിദ്ദ, വളരെ വിശാലമായ ഒരു ബാബാണെന്ന. അതിലെ ചില സംഭവങ്ങളാണ് നമ്മൾ ഇവിടെ ഉദ്ധരിക്കുന്നത്. ഒന്നാമതായി പറയുന്നത് അനസ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 വർഷത്തോളമുള്ള ഖാദിമാണല്ലോ. ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനം, അവർ പറയാണ്, എന്റെ ഉമ്മ വന്ന് നബി തങ്ങളോട് പറഞ്ഞു, ഖാലത്ത് ഉമ്മി യാ റസൂലല്ലാഹ് ഹാദിമുക അനസ്, നിങ്ങളുടെ ഹാദിമ്. അപ്പൊ അഭിമാനത്തോടു കൂടി പറയാണ്, എന്റെ മോൻ അനസ് എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് പറഞ്ഞിരിക്കുന്നത് ഹാദിമുക അനസ്, നബി തങ്ങളെ അങ്ങയുടെ ഹാദിമായ, അങ്ങയുടെ ഭൃത്യനായ സർവന്റായ അനസ്, അങ്ങയുടെ സേവകനായ അനസ്, അഥവാ എന്റെ മോൻ അനസ്, ഒദുല്ലാഹു, നിങ്ങൾ എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വബാരിക് ലഹു ഫീമാ അതൈത, അള്ളാഹുവെ അദ്ദേഹത്തിന്റെ സമ്പത്ത് നീ അധികരിപ്പിക്കുക, അദ്ദേഹത്തിന്റെ കുട്ടികളെയും സന്താനങ്ങളെയും നീ അധികരിപ്പിക്കുക, വബാരിക് ലഹു ഫീമാ അതൈത, നീ അദ്ദേഹത്തിന് കൊടുത്തതിലൊക്കെ ബർക്കത്ത് ചെയ്യൂ എന്ന് പറയാം. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫവല്ലാഹി ഇന്ന മാലി ലകസീർ, എനിക്ക് ധാരാളം സമ്പത്ത് അല്ലാഹു തന്നു. വഇന്ന വലദി വവലദ വലദി, എന്റെ മക്കളും എന്റെ വേറെമക്കളും അവര് ഇന്ന് 100-ലേറെ ഉണ്ടെന്ന് അദ്ദേഹം പറയാം. അതുപോലെ അദ്ദേഹത്തിന്റെ ആയുസ്സും പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ദീർഘമായ 120ഓളം വയസ്സ് അദ്ദേഹം ജീവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ചരിത്രത്തിൽ. അപ്പൊ ദീർഘകാലം അദ്ദേഹം ജീവിച്ചു, ഒരുപാട് സന്താന സമൃദ്ധി ഉണ്ടായി, അതുപോലെ സമ്പൽ സമൃദ്ധിയും അള്ളാഹു കൊടുത്തു ആ ദുആന്റെ ബർക്കത്ത് കാരണം. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ സ്വഹാബി അഹദുൽ അശറത്തുൽ മുബശ്ശറയാണല്ലോ, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകപ്പെട്ടവരിൽ ഒരാളാണല്ലോ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് വേണ്ടി നബി തങ്ങൾ ഒരിക്കൽ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. അതിന്റെ ഫലം പറയാം, അദ്ദേഹം തന്നെ പറയാം, ആ ദുആ കിട്ടിയ ശേഷം ഞാനൊരു കല്ല് വെക്കുകയാണെങ്കിൽ അതിനടിയിൽ സ്വർണ്ണമുണ്ട്, ഫലോ റഫഅതു ഹജറൻ ലറജൗതു അൻ നുസീബ തഹ്തഹു ദഹബ, അതിന്റെ ചുവട്ടിൽ സ്വർണ്ണം ഉണ്ടാവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക. അത്രയും എല്ലാ കാര്യത്തിലും അള്ളാഹു ബർക്കത്ത് നൽകി. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ സഹാബിമാർ പറയാണ്, സ്വർണം, അദ്ദേഹത്തിനുണ്ടായിരുന്ന സമ്പത്തിന്റെ സമൃദ്ധി വിശദീകരിച്ച് കുറെ സംഭവം പറയുന്നുണ്ട്, സമയ ദൈർഘ്യം പറയുന്നതുകൊണ്ട് നമ്മളത് ചുരുക്കുകയാണ്. അദ്ദേഹത്തിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. ആ ഭാര്യമാർക്കൊക്കെ ലക്ഷക്കണക്കിന് ദീനാറുകൾ, സ്വർണ്ണ നാണയങ്ങൾ അവർക്കൊക്കെ ബാക്കി കിട്ടി. ആ തരീഖത്തായി അദ്ദേഹത്തിന്റെ മീറാത്തിൽ നിന്ന് കിട്ടി. അദ്ദേഹമാവട്ടെ എത്രയോ ലക്ഷക്കണക്കിന് ദീനാറുകളും ദിർഹമുകളും പാവപ്പെട്ടവർക്ക് മിസ്കീന്മാർക്കൊക്കെ ചെലവഴിച്ചു. ധാരാളം ഒട്ടകങ്ങൾക്ക് മേൽ വഹിച്ചു കൊണ്ടുപോകാം, അത്രയധികം സബോമികത്തി ബൈർ എന്നൊക്കെ പറഞ്ഞ് 700 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ ലോഡ് ചെയ്യാൻ വേണ്ടി മാത്രം അദ്ദേഹം സദഖ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും വലിയ സാമ്പത്തികമായ അഭിവൃദ്ധിയിലേക്ക് മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു എത്തിച്ചത് നബി തങ്ങളുടെ ഒരു ദുആയാണ് എന്ന്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അതുപോലെ സഅദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിരുന്നു. അങ്ങയുടെ ദുആക്ക് ഇജാബത്താണ് സഅദ് റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങൾ കൊടുത്ത അനുഗ്രഹം. യുജീബ് അല്ലാഹു ദഅവതഹു. അപ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഏത് ദുആയും ജനങ്ങൾക്ക് പേടിയായിരുന്നു. സഅദ് റളിയല്ലാഹു തആലയുടെ എന്ത് ദുആ എന്നാലും ആ ദുആ ഹരജിപ്പുറത്ത് മറുപടി എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉടനടി ഇജാബത്ത് കിട്ടുമായിരുന്നു. ഇല്ലസ്തുജീബല. അതുപോലെ പല സഹാബിമാർക്കും നബിതങ്ങളിൽ നിന്ന് പലതാ കിട്ടിയത്. മുആവിയ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധികാരവും അതുപോലെ അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ടാവാൻ വേണ്ടി ദുആയിരുന്നു കൊടുത്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഖിലാഫത്ത് കിട്ടി. 20 വർഷത്തോളം അദ്ദേഹം ഖലീഫയായല്ലോ. ദമസ്കസിലെ ഗവർണറായും പിന്നെ ഖലീഫയായും അമവിയ ഭരണകൂടത്തിന്റെ സ്ഥാപകനായും ഒക്കെയായി അദ്ദേഹത്തിന് പിൽക്കാലത്ത് വലിയ വലിയ അധികാര പദവികൾ കൈയാളാനായി. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങളുടെ ഇസ്സത്തിനാ ദുആ ചെയ്തത്. അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബി അഹദിൽ ഉമറൈൻ എന്ന് പറഞ്ഞല്ലോ. ആ അഹദുൽ ഉമറൈൻ, ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബൂജഹൽ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിലാണ് അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചത്. രണ്ടാളുടെ ഉമറിൽ നിന്ന് പറഞ്ഞു, വിശദീകരിക്കല്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിലൂടെ ഇസ്ലാമിന് വലിയ ഇസ്സത്ത് ഉണ്ടായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, മുൻദു അൻ അസ്ലമ ഉമർ മാ സൽനാ ഇസ്സ, ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായ ശേഷം ഞങ്ങൾ മുസ്ലിമീങ്ങൾ വലിയ ഇസ്സത്തിലായിരുന്നു. അതുപോലെ ഉമർ റളിയല്ലാഹു തആല അൻഹു വലിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആളായിരുന്നു. ജനങ്ങൾക്ക് വലിയ ക്ഷാമകാലം, വലിയ വരൾച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുമായിരുന്നു നബി തങ്ങളുടെ കാലശേഷവും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് സഹാബിമാർക്ക് ഉള്ള സംഭവങ്ങൾ പറയാം.
അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അഫ്ലഹ വജ്ഹുക അല്ലാഹുമ്മ ബാരിക് ലഹു ബിശഅരിഹി വബശരിഹി. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ മുടിയിലും അദ്ദേഹത്തിന്റെ തൊലിയിലും ഒക്കെ, എല്ലാത്തിലും, ബിശഅരിഹി ബശരിഹി, അദ്ദേഹത്തിന്റെ മുടിയിലും അദ്ദേഹത്തിന്റെ തൊലിയിലും ഒക്കെ, എന്നാൽ ശരീരത്തിൽ മൊത്തം ബറക്കത്ത്. ഫമാഅതഹു ബിസബഈന സന. ചരിത്രകാരന്മാർ പറയാണ്, അദ്ദേഹം 70 വയസ്സിന് ശേഷമാണ് മരണപ്പെട്ടത്. വകഅന്നഹു ബിൻ 15 സന, വെറും 15കാരന്റെ ചുറുചുറുക്കും പ്രസരിപ്പുമായിരുന്നു 70ലും അദ്ദേഹത്തിന്. അതുപോലെ നാബിഗ എന്ന് പറഞ്ഞ സഹാബിയോട് നബി തങ്ങൾ പറഞ്ഞു, ലാ യഖ്ലുല്ലാഹു ഫാക, അങ്ങയുടെ വായെ അല്ലാഹു തആല ഒരിക്കലും തകർക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ, അങ്ങയുടെ വായ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഉണ്ടായത് എന്താ? ഫമാ സഖത്തത് ലഹു സിന്നുൻ, അദ്ദേഹത്തിന് ഒരു പല്ല് പോലും പിന്നെ വീണില്ല, കൊഴിഞ്ഞുപോയില്ല. വേറെ റിവായത്തിൽ പറയാം, ഫഖാന അഹ്സനൻ നാസി തഗറ, അദ്ദേഹത്തിന്റെ പല്ല് ഏറ്റവും മുമ്പല്ല, ഏറ്റവും സുന്ദരനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പ്രായാധിക്യമാകുമ്പോൾ മനുഷ്യന്മാർക്കൊക്കെ സ്വാഭാവികമായും പല്ലുകളൊക്കെ കൊഴിയുമല്ലോ. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇതാ സഖത്തത് ലഹു സിന്നുൻ നബതത് ലഹു ഉഖ്റ, ഒരു പല്ല് പോയാൽ അദ്ദേഹത്തിന് അത് പകരം വേറെ പല്ല് വരും. എല്ലാ പ്രായത്തിലും. ചെറിയ കുട്ടികളാകുമ്പോൾ അരിപ്പല്ലുകൾ എന്ന് പറഞ്ഞ മിൽക്കി ടീത്ത് എന്ന് പറയുള്ളൂ നമ്മള്. ആ അരിപ്പല്ലുകളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പല്ല് വരും, ഒരിക്കലല്ലേ വരൂ. പിന്നെ പോയാൽ പല്ല് പോയില്ലേ, പിന്നെ വെപ്പുപല്ല് വെക്കണ്ടേ. പക്ഷേ മഹാനായ ഈ സഹാബിയുടെ ചരിത്രം പറയാം, അദ്ദേഹത്തിന് പിന്നെ ഒരു പല്ല് പോയാൽ ഉടൻ വേറെ പല്ല് വരും. അദ്ദേഹത്തിന്റെ ഏത് പ്രായത്തിലും 120 കൊല്ലം അദ്ദേഹം ജീവിച്ചു. കയ്യിൽ അക്തറമിന്ന, അതിനേറെ ജീവിച്ചു എന്ന് ചരിത്രത്തിലുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് പല്ലുകൾക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി തങ്ങൾ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, ദീനിൽ വലിയ പണ്ഡിതനാക്ക്, വഅല്ലിംഹു തഅ്വീൽ, ഖുർആൻ വ്യാഖ്യാനത്തിൽ അദ്ദേഹത്തെ വലിയ പ്രഗത്ഭനാക്കുക, അദ്ദേഹത്തിന് വിവരം കൊടുക്കുക, ഇൽമു കൊടുക്കുക എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഫസമ്മിയ ബഅദു, അതിനുശേഷം അദ്ദേഹത്തിന് ഹബറുൽ ഉമ്മ, തർജുമാനുൽ ഖുർആൻ, റഈസുൽ മുഫസ്സിരീൻ തുടങ്ങിയുള്ള ചരിത്രപരമായ പേരുകളാണല്ലോ അദ്ദേഹത്തിന് വിശേഷിപ്പിക്കപ്പെട്ടത്. ഖുർആന്റെ വലിയ വ്യാഖ്യാതാവായി, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ചക്രവർത്തിയായി, നേതാവായി, അതുപോലെ ഹബറുൽ ഉമ്മ എന്ന അർത്ഥത്തിലുള്ള മഹാപണ്ഡിതനായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ നബി തങ്ങളുടെ ആ പ്രാർത്ഥനയുടെ പുണ്യം. അബ്ദുല്ലാഹി ഇബ്നു ജാഫറിന് വേണ്ടി നബി തങ്ങൾ പ്രാർത്ഥിച്ചു, ബറക്കത്തിന് വേണ്ടി ഫിയമീനിഹി ഫമസ്തറ ശൈഅൻ ഇല്ലാ റബിഹ ഫീഹി, അദ്ദേഹത്തിന്റെ വലതുകൈയിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി നബി തങ്ങൾ പ്രാർത്ഥിച്ച ശേഷം അദ്ദേഹം എന്ത് വാങ്ങിയാലും അതിൽ ലാഭം ഉണ്ടാവും. അതുപോലെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഫകാനത് അൻഹു ഖറായിദു മിനൽ മാൽ, അതുപോലെ അദ്ദേഹത്തിന് ഒരുപാട് ബറക്കത്തുണ്ടായി. അതുപോലെ ഉർവത്ത് ഇബ്നു അബീൽ ജാദി എന്നവർക്ക് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരുപാട് സഹാബി, അദ്ദേഹത്തിനെ പറ്റി പറയാണ്, അദ്ദേഹം തന്നെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രാർത്ഥന, ഉർവത്ത് ഇബ്നു അബീൽ ജാദി എന്ന സഹാബി പറയാ, നബി തങ്ങളുടെ ആ പ്രാർത്ഥന കിട്ടിയ ശേഷം ഞാൻ വെറും അടിക്കാട്ടുകൂന വാരിയെടുത്താൽ മതി, അതിൽ എനിക്ക് ലാഭം ഉണ്ടാവും എന്ന് പറയാം. ഫമാ അർജഹത്ത 40,000 രൂപയും കൈ ലാഭം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്തിലും ഏതിലും തൊട്ടതൊക്കെ പൊന്നാക്കുക എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ. അതുപോലെ ആയിരുന്നു. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുകയാണ്, വെറും മണ്ണ് വാങ്ങിയാൽ അതിലും അദ്ദേഹത്തിന് ലാഭം ഉണ്ടാവുന്ന ഒരു ഉദാഹരണം പറയാം. അതുപോലെ വറഖദ എന്ന് പറഞ്ഞ സഹാബിയുടെ ചരിത്രത്തിലുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പ്രാർത്ഥനകൾ കിട്ടിയതിന്റെ ബർക്കത്ത് കുറെ പറയുന്നുണ്ട്, ഒരുപാട് സംഭവം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിന് വേണ്ടി നബി തങ്ങൾ പ്രാർത്ഥിച്ചു, അവർ മുസ്ലിമായി വസ്ലമത്. അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു. ചൂടും അതുപോലെ തണുപ്പും ഒക്കെ അലി റളിയല്ലാഹു അൻഹുവിന് എളുപ്പത്തിൽ സഹിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ചൂടും തണുപ്പിന്റെ പ്രയാസം പിന്നെ അലി റളിയല്ലാഹു ഉണ്ടായിട്ടില്ല. തണുപ്പ് കാലത്ത് ജനങ്ങളൊക്കെ തണുത്ത് വിറക്കുന്ന സമയത്ത് ചൂടുകാലത്ത് ധരിക്കുന്ന വസ്ത്രം അലി റളിയല്ലാഹു അൻഹു ധരിക്കുമായിരുന്നു. അതുപോലെ നല്ല അത്യുഷ്ണ കാലത്ത് ജനങ്ങളൊക്കെ ചൂട് കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്ത് തണുപ്പ് കാലത്ത് മനുഷ്യന്മാർ ധരിക്കുന്നത് പോലെയുള്ള കമ്പിളി വസ്ത്രങ്ങളൊക്കെ അലി റളിയല്ലാഹു അൻഹു ധരിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ചൂടെന്നോ തണുപ്പെന്നോ ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തെ യേശുമായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു അത്ഭുതം അത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. അതുപോലെ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ ഇടയ്ക്കൊക്കെ വല്ലാത്ത വിശപ്പാണ്, വലിയ സാമ്പത്തികമായി വീട്ടിൽ വലിയ വകുപ്പൊന്നും അതുമില്ലല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ അവർക്ക് വിശപ്പില്ലാതിരിക്കാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചപ്പോ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹക്ക് പിന്നെ വിശപ്പിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ പല സംഭവങ്ങളും മുഅ്ജിസത്തുകളായിട്ടാണ്. അതുപോലെ തുഫൈൽ ഇബ്നു അംർ ദൗസി എന്ന് പറഞ്ഞ സഹാബി, അദ്ദേഹം ദൗസ് ഗോത്രത്തിന്റെ നേതാവാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ നവ്വിർ ലഹു, അല്ലാഹുവേ അദ്ദേഹത്തിന് നൂറ് കൊടുക്കുക, പ്രകാശം കൊടുക്കുക, നൂറ് കൊടുക്കുക. അപ്പൊ അദ്ദേഹത്തിന് ആ പ്രാർത്ഥനയുടെ പുണ്യമായി കിട്ടിയ അദ്ദേഹത്തിന്റെ നെറ്റിത്തളത്തിൽ 2 കണ്ണുകൾക്കിടയിൽ ഒരു പ്രകാശം, ഫസതഅലഹു നൂറുൻ ബൈന ഐനൈഹി, 2 കണ്ണുകൾക്കിടയിൽ ഒരു പ്രകാശം. ഏത് ഇരുട്ടത്തും അദ്ദേഹത്തിന് തന്നെ ഹെഡ്ലൈറ്റ്, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഹെഡ്ലൈറ്റ്, അദ്ദേഹത്തിന്റെ തലയിൽ 2 കണ്ണുകൾക്കിടയിൽ പ്രകാശം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിമിഷങ്ങളെ എനിക്ക് കണ്ണുകൾക്കിടയിൽ പ്രകാശം കാണും, ആൾക്കാർ ഇങ്ങനെ എന്തോ ഒരു വിചിത്രജീവിയായി കാണും. യാ റബ്ബി ഇന്നി യഖാഫു അൻ യഖൂലു മുസ്ല, ഇത് വല്ലാത്ത ഒരു എന്തെന്തോ ആണെന്ന് തോന്നിപ്പോ, അതുകൊണ്ട് അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അവിടുന്ന് ആ പ്രകാശം 2 കണ്ണുകൾക്കിടയിൽ നെറ്റിത്തളത്ത് കൊടുത്ത ആ പ്രകാശം പിന്നെ അവിടുന്ന് മാറ്റിയിട്ട് ഫതഹവ്വറ ഇലാ തറഫി സൗത്തി, അദ്ദേഹത്തിന്റെ കയ്യിൽ ചാട്ടവാർ, ഒരു വടിയുണ്ട്, ആ വടിയുടെ
തലപ്പത്തിലേക്ക് പിന്നെ ആ പ്രകാശത്തെ മാറ്റി. അദ്ദേഹത്തിന് നെറ്റിത്തളത്തിലെ പ്രകാശം കുറച്ച് പ്രയാസം എന്ന് പറഞ്ഞപ്പോൾ വേണ്ടെടുത്ത് കൊടുത്തു. ഫഖാന യുദയ്യിഉ മുസ്ലിം, ഏത് ഇരുട്ടത്ത് പോലും കൂരിരുട്ടത്ത് പോലും അദ്ദേഹത്തിന്റെ വടിയിൽ നിന്ന് പ്രകാശം ഉണ്ടാകും. ഫസമ്മിയ ദന്നൂർ, അദ്ദേഹത്തിന് ദന്നൂർ എന്നാണ്, അഥവാ പ്രകാശത്തിന്റെ ഉടമ. ദുന്നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ ഉടമ. ദുന്നൂർ എന്നാണ് തുഫൈൽ ഇബ്നു അബ്ദുൽ ദൗസി റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടിയ അപരനാമം. ദുന്നൂറിനെ നമ്മൾ കേട്ടിട്ടുണ്ട്, രണ്ട് പ്രകാശങ്ങളുടെ ഉടമ. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പുത്രിമാരെ സൈനബ് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുമായി കല്യാണം കഴിക്കാൻ ഭാഗ്യമുണ്ടായപ്പോൾ അവർക്ക് കിട്ടിയ പേരാ ദുന്നൂറൈൻ. ഇത് ദുന്നൂർ തുഫൈൽ ഇബ്നു അബ്ദുൽ ദൗസി റളിയല്ലാഹു അൻഹുവിന് ആദ്യം രണ്ട് കണ്ണുകൾക്കിടയിലും പിന്നീട് തന്റെ ചാട്ടവാർ അല്ലെങ്കിൽ തന്റെ വടി, ആ വടിയുടെ തലപ്പത്തിലേക്കും പ്രകാശം കിട്ടിയത് കൊണ്ടാണ് ദുന്നൂർ എന്ന പേര് തുഫൈൽ ഇബ്നു അബ്ദുൽ ദൗസി റളിയല്ലാഹു അൻഹുവിന് അപരനാമം വന്നു വീണത് എന്ന് ചരിത്രകാരന്മാർ. അതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില കേടായ പ്രാർത്ഥനകളും ഫലിച്ചത് അതും ചരിത്രത്തിൽ കാണാം. അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. കിസ്റ രാജാവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിലേക്ക് ദഅവത്ത് ചെയ്തുകൊണ്ട് കൈസർ നാടുവാഴികൾക്ക്, ഭരണാധികാരികൾക്കൊക്കെ കത്തെഴുതിയല്ലോ. കൈസർ അലീമുർ റൂം, റോമക്കാരുടെ നേതാവായ കൈസർ രാജാവിന് കത്തെഴുതി. അതുപോലെ തന്നെ കിസ്റ അലീമു ഫാരിസ്, പേർഷ്യൻ രാജാവായ കിസ്റാഹി കത്തെഴുതി. റോമ രാജാവ് കത്തിനെ ആദരിച്ചു, ബഹുമാനിച്ചു. അതിനെ വലിയ പട്ടിനകത്തൊക്കെ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചു, അലമാരിക്കകത്ത് സൂക്ഷിച്ചു വെച്ചു. അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ആ രാജകുടുംബത്തിലും വലിയ വറക്കത്ത് നിലവിലുണ്ടായി. ഒരുപാട് കാലം രാജകുടുംബം വളരെ പ്രൗഢിയോടുകൂടി ഭരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് ഈ കിസ്റ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്തിനെ അനാദരിച്ചു. നബി തങ്ങൾ ഇസ്ലാമിലേക്ക് ദഅവത്ത് ചെയ്തുകൊണ്ട് എഴുതിയ കത്ത് അനാദരിച്ചു. അദ്ദേഹം അത് പറിച്ചു കീറി, അത് വലിച്ചു കീറി എറിഞ്ഞു. അത് നബി തങ്ങൾ അറിഞ്ഞപ്പോൾ അല്ലാഹുമ്മ മസ്സിഖ്ഹു, അല്ലാഹുവേ അവനെയും നീ വലിച്ചു കീറ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനെതിരെ പ്രാർത്ഥിച്ചു. കിസ്റ രാജാവിനെതിരെ പ്രാർത്ഥിച്ചു. ഹീന മസ്സഖ കിതാബഹു, നബി തങ്ങളുടെ കത്ത് അത് പറിച്ചെറിഞ്ഞപ്പോ, പറിച്ചെറിഞ്ഞപ്പോ കിസ്റക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു. ആ കിസ്റയുടെ പേര് അബ്രവൈസ് ഇബ്നു ഹുർമുസ് എന്നാണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. കിസ്റ എന്ന് പറയുന്നത് സ്ഥാനപ്പേരാണ്. പേർഷ്യ ഭരിക്കുന്ന രാജാവിന് അന്ന് പറഞ്ഞിരുന്ന പേരാണ് കിസ്റ. കൈസർ റോമ ഭരിക്കുന്ന രാജാവിനും. അപ്പൊ ഈ കിസ്റ രാജാവ്, അന്നത്തെ കിസ്റ രാജാവിന്റെ പേര് അബ്രൈസ് ഇബ്നു ഹുർമുസ് ആണ്. ആ രാജാവിനെതിരെയാണ് നബിതങ്ങളുടെ കത്ത് വലിച്ചു കീറിയപ്പോൾ നബിതങ്ങൾ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ മസ്ജിഖ് മുൽക്കഹു എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മുൽക്ക്, അദ്ദേഹത്തിന്റെ ഭരണകൂടം പൂർണ്ണമായും തകർന്നു. രാജകുടുംബത്തിൽ തന്നെ പരസ്പരം കത്തിക്കുത്തും, അതുപോലെ കൊലപാതകങ്ങളും വലിയ കുഴപ്പങ്ങളും ഛിദ്രതകളും ഒക്കെ ഉണ്ടായി. കൊലപാതകങ്ങൾ നടന്നു രാജകൊട്ടാരത്തിൽ. കുടുംബമാകെ നശികുഷിയായി. അദ്ദേഹത്തിന്റെ ആ സിംഹാസനം തകർന്നു, ഭരണകൂടം തകർന്നു. ഫലം തബ്ഖലഹു ബാഖി, ഒന്നും ബാക്കിയായില്ല. ആകെ തംസീഖായിപ്പോയി, ആകെ കീറി മുറിച്ച് വലിച്ചെറിഞ്ഞ പോലെയായി. വലാ ബഖിയത്തിൽ പാരിസ റിയാസത്തും ഫി അഖ്താരി ദുനിയ, പേർഷ്യൻ സാമ്രാജ്യം തന്നെ തകർന്നടിഞ്ഞു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനകൾ പറയാം. വദഅല സബിയ്യൻ ഖതാലഹി സ്വലാത യഖ്താഅല്ലാഹു വതറഫഹു ഖൈദ്, ഇങ്ങനെ കുറെ സംഭവങ്ങൾ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോട് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, മോനെ വലത് കൈ കൊണ്ട് കഴിക്കൂ എന്ന് പറഞ്ഞു. കുൽ ബിയമീനിക, ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളോട് നബി തങ്ങൾ തിരുത്തി ആ മനുഷ്യനെ പറഞ്ഞു ഇടത് കൈ കൊണ്ട് കഴിക്കുമെന്ന്. പക്ഷെ ആ മനുഷ്യന് ഒരു ഈഗോന്റെ ആളാണ്. ആ മനുഷ്യന് തന്റെ അഹങ്കാരം കൊണ്ട് നബി തങ്ങൾ പറഞ്ഞ വാക്ക് അനുസരിച്ചില്ലെന്ന് മാത്രമല്ല തർക്കുത്തരം പറഞ്ഞു. ഫഖാല ലാ അസ്തതിഅ, എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞു. സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്ക് വലത് കൊണ്ട് കഴിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞു. കള്ളത്തരം പറഞ്ഞതാണ്. അപ്പൊ നബി തങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നബി തങ്ങൾ പറഞ്ഞു ലസ്തതഅത, എന്നാൽ നിനക്ക് കഴിയും ചെയ്യാതിരിക്കട്ടെ. ഫലം യർഫഅഹാ ഇലാ ഫീഹി, പിന്നെ ആ മനുഷ്യൻ ഒരിക്കലും തന്നെ വലത് കൈ പിന്നെ വായിലേക്ക് പിന്നെ പൊക്കിയിട്ടില്ല. അപ്പൊ അദ്ദേഹം ഇടത് കൈ കൊണ്ട് കഴിക്കുന്ന സമയത്ത് നബി തങ്ങൾ തിരുത്തി പറയാണ് വലത് കൈ കൊണ്ട് കഴിക്കൂ എന്ന് സ്നേഹത്തോട് പറഞ്ഞപ്പോ അതനുസരിക്കാൻ വേണ്ടതാ മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ പറയുന്നത്. അത് അനുസരിക്കുന്നതിന് പകരം എനിക്ക് കഴിയൂല, എനിക്ക് വലത് കൈ പൊക്കാൻ കഴിയൂല, വലത് കൈ കൊണ്ട് എനിക്ക് തിന്നാൻ കഴിയില്ല എന്നാ മനുഷ്യൻ തർക്കുത്തരം പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു എന്നാ പിന്നെ കഴിയും വേണ്ട ലസ്തതഅത്. പിന്നെ ആ മനുഷ്യൻ ഒരിക്കലും തന്റെ ആ വലത് കൈ തന്റെ വായിലേക്ക് പൊക്കിയിട്ടില്ല. ഉത്ബത്ത് ബിൻ അബീ ലഹബിനോട് നബി തങ്ങൾ പറയുന്നുണ്ട്, വല്ലാതെ ബുദ്ധിമുട്ടാക്കിയപ്പോൾ അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബൻ മിൻ കിലാബിക, അല്ലാഹുവേ നിന്റെ നായകളിൽപ്പെട്ട ഒരു നായയെ, നിന്റെ മൃഗങ്ങളിൽപ്പെട്ട ഒരു മൃഗത്തെ എന്നർത്ഥം അവന്റെ മേൽ നീ അധികാരപ്പെടുത്ത് എന്ന് പറഞ്ഞപ്പോൾ ഫഖലഹുൽ അസദ്, ആ മനുഷ്യന്റെ അവസ്ഥ ഉത്ബത്ത് ബിൻ അബീ ലഹബിന്റെ അവസ്ഥ പിന്നെ ഉണ്ടായത് സിംഹം അവൻ കഴിച്ചു എന്നാ. സിംഹം തിന്നു ആ മനുഷ്യനെ പിന്നീട്. അല്ലാഹ് കൽബും മിൻ കിലാബ്, കൽബുകളിൽപ്പെട്ടതാണല്ലോ ഈ സിംഹമൊക്കെ. നായ എന്ന് പറഞ്ഞ വെറും നായ മാത്രമല്ല, നായ പട്ടി മാത്രമല്ല, അതിലേറ്റവും വലിയ പിന്നെ ഉഷിരുള്ള ആ വർഗത്തിൽപ്പെട്ടതാണല്ലോ പിന്നെ സിംഹം. അങ്ങനെ അദ്ദേഹത്തെ, ആ മനുഷ്യനെ സിംഹമാണ് ഇവരെ കടിച്ചു തിന്നത്. നബി തങ്ങളുടെ ആ പ്രാർത്ഥന ഫലിച്ചു. അങ്ങനെ ഒരുപാട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികൾക്കെതിരെ പ്രാർത്ഥിച്ച സംഭവം ഉണ്ടായി. അതെപ്പോഴാ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുറൈശികൾ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നല്ലോ ഇസ്ലാമിന്റെ ദഅവത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ. ഇതൊക്കെ വിധങ്ങൾ സഹിക്കുമായിരുന്നു. എന്നാൽ ഒരിക്കൽ അവിടെ നിന്ന് സുജൂദിലായി കിടക്കുമ്പോൾ, പരിശുദ്ധ കഅബാലയത്തിന്റെ പരിസരത്തിന് വിധങ്ങൾ സുജൂദിലായി കിടക്കുമ്പോൾ ഒട്ടകത്തിന്റെ സലൽ ജസൂർ എന്ന് പറഞ്ഞാൽ ഒട്ടകം പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ ആ ഒട്ടകത്തിന്റെ ആ പ്രസവിച്ച കുഞ്ഞിന്റെ നവജാത ശിശു എന്ന ഒട്ടകത്തിന്റെ ചെറിയ കുഞ്ഞിനൊപ്പം മറുപ്പിള്ള എന്നൊക്കെ പറയല്ലോ, മാലിന്യമാണത്. നമുക്ക് കേൾക്കുമ്പോഴേക്കും നമുക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നും. അത് ഈ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ ഈ മറുപ്പിള്ള അതല്ലെങ്കിൽ ആ മാലിന്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് എന്ന് പറഞ്ഞൊരു ഖുറൈശി കിങ്കരൻ, ഒരു വൃത്തികെട്ട മനുഷ്യൻ, അവനും അവന്റെ കൂട്ടാളികളും അവർക്കൊരു നേരം പോക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുദ്ധിമുട്ടാക്കി ആർത്തുല്ലസിച്ച് ചിരിക്കാനുള്ള പരിഹസിക്കാനുള്ള ഒരു പ്ലാന്. അവർ ഈ ഒട്ടകത്തിന്റെ ഇപ്പറഞ്ഞ ഈ സാധനമൊക്കെ കൂടി കൊണ്ടുവന്നു, മാലിന്യങ്ങൾ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലായി കിടക്കുമ്പോൾ നബി തങ്ങളുടെ പരിശുദ്ധ ശരീരത്തിൽ പരിശുദ്ധ ശിരസിൽ അത് കൊണ്ടുപോയി ചാർത്തി. വഹുവ സാജിദുൻ മഅൽ ഫർസി വദ്ദമി, അതിന്റെ കൂടെ ചോരണ്ട്, ചലണ്ട്, ഈ വൃത്തികേടുണ്ട്. ഈ ഒട്ടകത്തിന്റെ ഈ സാധനങ്ങൾ മാലിന്യങ്ങളൊക്കെ കൂടെ റസൂലുള്ളാഹിന്റെ ശിരസിൽ കൊണ്ടുവന്നിട്ടപ്പോ അപ്പൊ നബി തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ് എന്ന് പറഞ്ഞു, പടച്ചോനെ ഇവരെ നീ നേരിട് ഇവരെ, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്. അങ്ങനെ പിന്നെന്ത് സംഭവിച്ചു? അത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പിന്നീട് ബദർ യുദ്ധത്തിൽ സംഭവിച്ചത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രാർത്ഥന, നബിതങ്ങളുടെ ആ പ്രാർത്ഥന ഫലിച്ചു. അന്നത്തെ ആ മാലകമ്പനി റസൂലുള്ളാഹിക്ക് മാലയിടാൻ ഈ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ട് അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ ഈ ചീഞ്ഞളിഞ്ഞ മാലിന്യം, ഒട്ടകത്തിന്റെ വയറ്റിൽ നിന്ന് വന്ന ഈ ചീഞ്ഞളിഞ്ഞ മാലിന്യ കൂമ്പാരം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹാരാർപ്പണം ചെയ്യാൻ മാലയിടാൻ വേണ്ടി തുനിഞ്ഞ ആ വൃത്തികെട്ട മനുഷ്യന്മാരെ മുഴുവനും ബദർ യുദ്ധത്തിൽ വെച്ച് എല്ലാവരെയും മുസ്ലിമീങ്ങൾ കൊന്നുകളഞ്ഞു. ഫലഖദ് റഅയ്തുഹും, ചരിത്രകാരൻ റാവി പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യാണ്, ഫലഖദ് റഅയ്തുഹും ഖുതിലു യൗമ ബദർ യുദ്ധത്തിൽ അവരൊക്കെയും കൊല്ലപ്പെട്ടു. ആ പറഞ്ഞ പരിപാടിയിൽ പങ്കെടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ന് സുജൂദിലായി കിടക്കുമ്പോൾ അവിടുത്തെ ശിരസിൽ കൊണ്ടുവന്ന മാലിന്യങ്ങൾ തള്ളിയവർ മുഴുവനും അവരൊക്കെയും അന്ന് ബദർ യുദ്ധത്തിൽ അവരൊക്കെയും വീണുപോയി. മരങ്ങൾ കടപുഴകി വീഴുമ്പോലെ വീണു എന്നൊക്കെ ചില ചരിത്രങ്ങളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്പരം കളിയാക്കി പരിഹസിച്ചിരുന്ന ഒരു വ്യക്തിയെ നബി തങ്ങൾ അവനെതിരെ ഇതുപോലെ പ്രാർത്ഥന നടത്തിയപ്പോൾ ഫലം യഖ്തലുജു മാത, മരണം വരെ അവൻ അതേ രൂപത്തിൽ ചില വിക്രിയകൾ കാണിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. ചുരുക്കുന്നു, സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് നമ്മൾ ചുരുക്കുകയാണ്. പിന്നെ അടുത്തൊരു അധ്യായം ബഹുമാനപ്പെട്ടവർ അടുത്ത അധ്യായത്തിലേക്ക് പോവുകയാണ്. ഫസ്ലുൻ ഫീ കറാമാതിഹി വബറകാതിഹി വൻഖിലാബില്ലാഹി ലഹു ബിമാ ലമസഹു ഔ ബാശറ. തങ്ങൾ കിതാബ് ശിഫായിലെ അടുത്തൊരു അധ്യായത്തിൽ റസൂലുള്ളാഹിന്റെ വേറെ ചില മുഅ്ജിസത്തുകൾ പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ചില കറാമാത്തുകൾ, ബറകാത്തുകൾ. മുഅ്ജിസത്താണ് കറാമാത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി ബഹുമാനങ്ങൾ നടത്തും. ബറകാതിഹി വൻഖിലാബിൽ അയാനി ലഹു, ചില സംഭവങ്ങൾ അയനുകൾ തന്നെ മാറി മറിയ എന്ന് പറഞ്ഞാൽ ഒരു സാധനം അതല്ലാതെ ആവുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സ്പർശം കൊണ്ട് റസൂലുള്ളാഹിന്റെ ആ സ്പർശനം ഏറ്റു കഴിഞ്ഞാൽ ഒരു സംഗതി വേറെന്തെങ്കിലുമൊക്കെ ആയി മാറുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള ആ വസ്തുവിന്റെ ആ സാധനത്തിന്റെ അഥറോ സ്വഭാവം അല്ല എന്നെ കാണിക്കുക, പിന്നെ വേറെന്തൊക്കെ ആവുക. ചരിത്രങ്ങളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് ചിലത് മാത്രം പറയാം, സമയ ദൈർഘ്യം പറയുന്നതുകൊണ്ട് നമ്മൾ ചുരുക്കുക. അതിൽപ്പെട്ട ഒന്നാണ് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു. ഖാലിദ് റളിയല്ലാഹു തആല അൻഹു വലിയ യോദ്ധാവായിരുന്നല്ലോ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരസിൽ നിന്ന് വടിച്ചു മാറ്റിയ അല്ലെങ്കിൽ മുറിച്ചു മാറ്റിയ മുടി രോമങ്ങളിൽപ്പെട്ട ഒരൽപ്പം മുടി രോമങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. വക്കാനത്ത് ഷാറാത്തും മിൻ ഷാരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടികളിൽപ്പെട്ട ചില മുടിനാരിഴകൾ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഫീ ഖറൻസുവത്തി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ തൊപ്പിക്കകത്ത് അദ്ദേഹം വെച്ചു, അല്ലെങ്കിൽ തൊപ്പിക്കകത്ത് വെച്ചിരുന്നു. ഫലം യഷ്ഹദ് ബിഹാ ഖിതാലൻ ഇല്ലാ റുസിഖൻ നസ്ർ. ആ തൊപ്പി വെച്ചുകൊണ്ട് അദ്ദേഹം ഏത് യുദ്ധത്തിൽ പങ്കെടുത്താലും അദ്ദേഹത്തിന് ഉജ്ജ്വല വിജയം ഉറപ്പായിരുന്നു. അത് ഈ ഒരു മുടിയുടെ മുഅ്ജിസത്താണ്, അതിന്റെ ബഹുമാനമാണ് എന്ന്. അതുപോലെ സഹീഹായ ഹദീസിൽ ഉണ്ട് എന്ന് മഹാനായ ഖാദി അയ്യാൽ തങ്ങൾ പറയാൻ, അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ സഹോദരിയായ അസ്മാ റളിയല്ലാഹു തആല അൻഹായിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, അന്നഹ അഖ്റജത് ജുബ്ബതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്ന ഒരു വസ്ത്രം, ഒരു ജുബ്ബ, റസൂലുള്ളാഹിയുടെ ഒരു സൗബ്, അത് ആയിഷ റളിയല്ലാഹു തആല അൻഹ സഹോദരിയായ അസ്മാ റളിയല്ലാഹു തആല അൻഹാക്ക് സമ്മാനമായി ഹദിയായി കൊടുത്തായിരുന്നു. അത് അസ്മാ റളിയല്ലാഹു തആല അൻഹ എടുത്തു സൂക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം അവര് മഹദി റസൂലുള്ളാഹിന്റെ ഒക്കെ കാലശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രം എടുത്തു സൂക്ഷിക്കും. എന്നിട്ട് അത് ഇടയ്ക്ക് വെള്ളത്തിലിട്ടിട്ട് ആ ഖമീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രം ഇട്ട വെള്ളം അത് രോഗികൾക്ക് കുടിക്കാൻ കൊടുക്കുമായിരുന്നു.
വഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസുഹാ, അവർ പറയാ അസ്മാ ബിബി റളിയല്ലാഹു തആല അൻഹ പറയാ നബി തങ്ങൾ ധരിച്ചിരുന്നതായിരുന്നു ഈ ജുബ്ബ. ഫനഹനു നഗ്സിലുഹാ, ഞങ്ങളത് കഴുകും. ലിൽ മർദാ, രോഗികൾക്ക് വേണ്ടി. യുസ്തശ്ഫാ ബിഹാ, ആ വെള്ളം കൊണ്ട് രോഗികൾക്ക് ശിഫ തേടപ്പെടും എന്ന് പറഞ്ഞാൽ അവർക്ക് ശിഫ കിട്ടുന്നു. ഇങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന് അവർ കൊടുത്ത ഒരു സ്ഥാനം ആണ് പറയുന്നത്. അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്ന മറ്റൊരു സംഭവം പറയാണ്, അന്നഹൽ മദീന ഫസഅ മറത്തൻ, മദീനക്കാർക്ക് എന്തോ ഒരു ഭയം കുടുങ്ങി, എന്തോ ഒരു പേടി, എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഫറസിന്റെ ഒരു ഒട്ടകപ്പുറത്ത്, ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഒരു കുതിരപ്പുറത്ത് റസൂലുള്ളാഹി കയറിയിട്ട് ആ പ്രയാസം നേരിട്ട ജനങ്ങൾ പേടിച്ചു പോയ ആ സാഹചര്യം അതെന്താണെന്ന് മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കാനും ധൈര്യം കൊടുക്കാനും വേണ്ടി ഈ ഒട്ടകപ്പുറത്ത് പോയി. ഈ ഒട്ടകത്തിന്റെ കഥ എന്താ, എന്തോ ഒരു വൈകല്യമുള്ള വികലാംഗയായ ഒട്ടകമാണ്. ഒട്ടകല്ല, കുതിര, ഫറസ്. എന്തോ ഒരു വികലാംഗനായ ഒരു കുതിരയാണ്, അതിനെന്തോ ചില വൈകല്യമുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുതിരപ്പുറത്താണ് അങ്ങോട്ട് ആ സാഹചര്യം നേരിടാൻ വേണ്ടി പോയത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവാരി ചെയ്തതോടുകൂടി പിന്നെ ആ കുതിരയുടെ സ്വഭാവം തന്നെ മാറി. അതായത് ഒരു കുതിരക്കും മത്സരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഫാസ്റ്റസ്റ്റ് ഹോഴ്സായി മാറി. പിന്നെ ഏറ്റവും സ്പീഡുള്ള, ആ നാട്ടിൽ തന്നെ അത്രയും ഉശിരുള്ള വേഗതയുള്ള വേറെ കുതിരകൾ ഉണ്ടായിരുന്നില്ല, അത്രയും ഹോഴ്സ് പവറായി അതിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയ സവാരി ചെയ്ത അതിന്റെ ബറക്കത്ത് കൊണ്ട് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ കടിഞ്ഞാൺ പിടിച്ച് കടിഞ്ഞാണിനോട് ഒതുങ്ങാത്തത്ര പറവറക്കുന്ന കുതിരയായി മാറി. അബൂ അലി ഷെയ്ഖ് അബുൽ ഖാസിം മഅ്മൂൻ എന്ന് പറയാൻ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു പാത്രം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ വെള്ളം കേടുമായിരുന്നു. മർദാ, രോഗികൾക്ക് വേണ്ടി കുടിക്കാൻ കൊടുക്കും. അതിൽ വെള്ളം ഒഴിച്ചിട്ട് രോഗികൾ കുടിക്കാൻ കൊടുക്കും. അവർ ശിഫ കിട്ടുന്നർത്ഥം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഹാറുകൾ അവിടുന്ന് ഉപയോഗിച്ചിരുന്നതിൻ്റെയൊക്കെ ബറക്കത്തുള്ള എത്രയോ സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിലെ ചില സംഭവങ്ങൾ മാത്രം ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒതുവെടുത്തതിന്റെ വെള്ളം ഒരൽപ്പം ഖുബായിലെ ഒരു കിണറ്റിൽ ഒഴിക്കപ്പെട്ടപ്പോ പിന്നെ ആ കിണർ ഒരിക്കലും വറ്റിയിട്ടില്ല എന്നൊരു ചരിത്രം വേറെ പറയുന്നുണ്ട്. പിന്നെ ആ കിണറിൽ എന്നും അക്ഷയപാത്രമായിരുന്നു, അക്ഷയ കിണറായി, ഒരിക്കലും വറ്റാത്ത വെള്ളത്തിന്റെ അക്ഷയപാത്രമായി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏത് കാലത്തും ഏത് വേനലിലും വെള്ളം കിട്ടുന്ന കിണറായി തുടർന്നു. അതുപോലെ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലുള്ള ഒരു കിണറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ തുപ്പി ഉമിനീരാക്കി. ഫലം യകുംബിൽ മദീനത്തി അഅദബ മിൻഹാ, അത്രയും മധുരമുള്ള ഒരു ജലം മദീനയിലെ വേറെ ഒരു കിണറ്റിനും പിന്നെ കിട്ടുമായിരുന്നില്ല, അത്രയും മധുരജലമായ ആ വെള്ളത്തില്. അതുപോലെ ഉപ്പ് രസമുള്ള ഒരു വെള്ളം സല്ലല്ലാഹു അലൈഹി, ഒരു കിണർ, ഉപ്പ് രസമുള്ള വെള്ളമുള്ള ഒരു കിണർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കിണറിന്റെ ഇടയ്ക്കലോട് കൊണ്ടുപോയി. അപ്പം സഹാബിമാർ ആരോ പറഞ്ഞു ആ വെള്ളത്തിൽ മാഉഹു മിൽഹുൻ, അതിലെ ആ വെള്ളം കുടിക്കാൻ രസം പോരാ, ഉപ്പ് രുചിയാണ് എന്ന് പറഞ്ഞപ്പോ അവർ ബൈസാനാണ്, ഇസ്മുഹു ബൈസാൻ, അതിന്റെ പേര് തന്നെ ബൈസാൻ എന്നാണ്. ബൈസാൻ എന്ന് പറഞ്ഞാൽ മാഉഹു മിൽഹുൻ, അതിൽ ഉപ്പ് രസമുള്ള വെള്ളം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടപ്പോൾ പറഞ്ഞു ഫഖാല ലാ ബൽ ഹുവ നുഅ്മാൻ, അത് നല്ലതാണ്. അത് ബൈസാൻ എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞു നുഅ്മാനാണ്. നുഅ്മാൻ എന്ന് പറഞ്ഞാൽ നിഅമത്ത് എന്ന് പറഞ്ഞാൽ നല്ലതാണെന്ന് അർത്ഥം. ആ വാവോട് കൂടിയോ മാവുഹു ത്വയ്യിബ് ഫത്വാബ, അത് നല്ല വെള്ളമാണ്, ഇത് ബൈസാനല്ല നുഅ്മാനാണ് എന്ന് പറഞ്ഞു, നല്ല കിണറാണ് എന്ന് നബിതങ്ങൾ ആ കിണറിനെ പറ്റി അവർ പറഞ്ഞ വാക്ക് തിരുത്തിയിട്ട് റസൂലുള്ള നല്ലൊരു വാക്ക് പ്രയോഗിച്ചു. അതിന്റെ വെള്ളം അങ്ങ് നന്നായി അതോടുകൂടി ഫത്വാബ, അതാ പറഞ്ഞ ഇൻകലാബുൽ അയാൻ, അതുവരെ ഉണ്ടായിരുന്ന വെള്ളത്തിന്റെ ആ കിണറിന്റെ സ്വഭാവം തന്നെ മാറി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൊണ്ടുവരപ്പെട്ടു ഉതിയബി ദൽബി മിമ്മായി സംസം, ഒരു ബക്കറ്റിൽ കുറച്ച് സംസം വെള്ളം, ഒരു പാത്രത്തിൽ നടത്തും. സംസം വെള്ളം കൊണ്ടുവന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് ഉമിനീര് ആക്കി ഫമജ്ജ ഫീഹി, അതിൽ തുപ്പി നിർത്തും. ഫസാറ അത്യബ മിനൽ മിസ്കി, അത് കസ്തൂരിയുടെ ഗന്ധത്തെക്കാൾ സുഗന്ധമുള്ളതായി മാറി. വഅതൽ ഹസന വൽ ഹുസൈന ലിസാനഹു വമസ്സാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുന്ന് അവരുടെ നാവ് കൊടുത്തു. മറ്റൊരു സംഭവം പറയാം, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാകെ അവിടുത്തെ പേരക്കുട്ടികൾക്ക് നബി തങ്ങൾ അവിടുത്തെ നാവ് നീട്ടിക്കൊടുത്തപ്പോ റസൂലുള്ളാഹിയുടെ നാവ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അത് ആ നാവ് അവർ മസ്സാഹു, ആ നാവ് അവർ ഊമ്പി. റസൂലുള്ളാഹിയുടെ തിരുനാവ് അവർ വായിലാക്കി നിർത്തും. വകാന യബ്കിയാനി അതശം ഫസകത, അവരുടെ അതുകൊണ്ടുണ്ടായ ബർക്കത്തും കാര്യങ്ങളൊക്കെ പിന്നെ പറയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ തൊട്ടത്, അവിടുത്തെ ശരീരം തൊട്ടത്, അവിടുത്തെ നാവ് തൊട്ടത്, അവിടുത്തെ വിയർപ്പ് തൊട്ടത്, അതിനൊക്കെയുള്ള ബർക്കത്തുകൾ പറയുന്ന ഒരുപാട് സംഭവങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. ചുരുക്കി പറയാം, അതുപോലെ ചെറിയ കുഞ്ഞുങ്ങൾക്ക്, വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മധുരം പുരട്ടിയത് തഹനീക്ക് എന്ന് പറയുമല്ലോ, ഈത്തപ്പഴത്തിലോ
ഈത്തപ്പഴമോ മറ്റോ അവിടുത്തെ വായിലിട്ട് ചവച്ച് ഒന്ന് മയപ്പെടുത്തി അതിൽ അവിടുത്തെ ഉമിനീര് കൂടെ കലർത്തിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വായിക്ക് കൊടുക്കുമായിരുന്നു. അതിന്റെ ബറക്കത്ത് അവർക്കുണ്ടാകുമായിരുന്നു. അത് പല സഹാബിമാരിൽ നിന്നും അത് കേട്ടിട്ടുണ്ട്. അത് പിന്നീട് ഭാവി കാലത്തും അവരുടെ ജീവിത കാലങ്ങളിൽ ഉടനീളം അതിന്റെ ഒരു ബറക്കത്ത് അവരുടെ ജീവിതകാലത്തിൽ അവർക്ക് തുടർന്ന് കിട്ടി എന്ന് പറയാം. അതുപോലെ മറ്റൊരു സംഭവം പറയാം. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടത്. സൽമാനുൽ ഫാരിസി പേർഷ്യൻ നാടുകളിൽ നിന്ന് വന്നവരാണല്ലോ. സൽമാൻ മിന്നാ അഹ്ലൽ ബൈത്ത്, ഫാരിസിയായ സൽമാനെ സ്വന്തം വീട്ടിലേക്ക് സ്വന്തം കുടുംബത്തിലേക്ക് വരവേറ്റുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ് സൽമാൻ മിന്നാ അഹ്ലൽ ബൈത്ത്. സൽമാൻ എന്നെ നാട്ടുകാരല്ല, നമ്മളിൽപ്പെട്ടവരാണ്, അഹ്ലുൽ ബൈത്ത് നമ്മുടെ വീട്ടുകാരനാണ് എന്ന് പറഞ്ഞു. ആ സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ജീവിതയാത്ര വളരെ സംഭവബഹുലമാണ്, വിശദീകരിക്കല്ല. അദ്ദേഹം അടിമയായിട്ട് കുറച്ച് മുതലാളിമാരുടെ ജൂതന്മാരായ കുറച്ച് മുതലാളിമാരുടെ കയ്യിൽ അടിമയായി കുറച്ചു കാലം നിന്നിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉടമകളായ യജമാനന്മാരായ ഈ മുതലാളിമാർ ജൂതന്മാർ ആവശ്യപ്പെട്ടത് 300 ഈത്തപ്പന മരങ്ങൾ, നല്ല ഈത്തപ്പന മരങ്ങൾ, നല്ല മേത്തരം, നല്ല മുന്തിയ ഇനം ഈത്തപ്പന മരങ്ങൾ 300 ഞങ്ങൾക്ക് തരണം. എല്ലാം കായ്ക്കണം, പൂക്കണം, കായ്ക്കണം, ഈത്തപ്പഴങ്ങൾ തരണം. അതുപോലെ 40 ഊക്കയ എന്ന് പറഞ്ഞാൽ ഒരു പഴയ ഒരു അളവാണ്. നമ്മൾ ഇന്ന് പവൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു അളവാണ് ഊക്കയ, ഔൺസ് എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ ഈ 40 ഊക്കയ ഗോൾഡ് സ്വർണവും വേണം. അതുപോലെ 300 ഈത്തപ്പന മരങ്ങളും മുന്തിയ ഇനം നല്ല കായ്ക്കുന്ന ഈത്തപ്പന മരങ്ങളും വേണം. അത് തന്നാൽ തന്നെ മോചിപ്പിക്കാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഉടമകൾ പറഞ്ഞാൽ പിന്നെ യജമാനന്മാർ പറഞ്ഞാൽ പിന്നെ അത്രയും സംഘടിപ്പിച്ചു കൊടുക്കേ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ കയ്യിൽ അതില്ലല്ലോ, സാമ്പത്തികമായിട്ടൊന്നും കയ്യിലില്ലാത്ത ആളാണ്. അപ്പൊ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് സങ്കടം പറഞ്ഞു, എന്നെ മോചിപ്പിക്കാൻ വേണ്ടി ഉടമകൾ ഇങ്ങനെ പറയുന്നു. അവർ വിധങ്ങൾ പറഞ്ഞു, വിഷമിക്കേണ്ട സൽമാൻ, പരിഹാരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഈ പറഞ്ഞ 300 ഈത്തപ്പന വൃക്ഷങ്ങളും അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് 300 ഈത്തപ്പന മരങ്ങളിലെ ചരിത്രം ഇല്ല വാഹിദ, ഒന്നൊഴികെ 299 മരങ്ങളും നബിതങ്ങൾ തന്നെ അവിടുത്തെ തിരുകരം കൊണ്ട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ആ പറമ്പിൽ കുഴിച്ചു കൊടുക്കുകയാണ്. ആ പറമ്പിൽ അവർ പറഞ്ഞ മുതലാളിമാർ പറഞ്ഞ സ്ഥലത്ത് അവിടെ കുഴിച്ചിട്ട് ലഹു പ്ലാൻ ചെയ്ത് നടത്തും 299 കേട്ടോ. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാത്ത ആരോവാണ്. ചരിത്ര റാബിമാർ പറയാണ് അതൊന്ന് സൽമാൻ ആണെന്ന് പറയുന്ന ചിലര്, ഉമർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറയുന്നു വേറെ ചിലര്. ചിലർ പറഞ്ഞു സൽമാനുൽ ഫാരിസിയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും കൂടെ ചേർന്നുകൊണ്ട് രണ്ടാളും കൂടിക്കാണ്ടാണ് ഒരു മരം വെച്ചത്. ഏതായാലും 299 ഈത്തപ്പന തൈകളും വെച്ചുപിടിപ്പിച്ചത് നബിതങ്ങൾ, ഒന്ന് മാത്രം നബിതങ്ങൾ അല്ലാത്തതും. അങ്ങനെ പ്രത്യേകം പറയാനുള്ള കാരണം എന്താണ്? പിന്നീട് സംഭവിച്ചത് എന്താണ്? ഈ 299 നബിതങ്ങളുടെ തിരുകരങ്ങളാൽ വെക്കപ്പെട്ട 299 തൈകളും ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അതെല്ലാം വേരുപിടിച്ചു, അത് വളർന്നു, തഴച്ചു വളർന്നു, നല്ല ഈത്തപ്പഴങ്ങൾ അതിലൊക്കെ കായ്ച്ചു. എന്നാൽ ഈ ഒന്നുണ്ടല്ലോ, നബിതങ്ങളുടെ കൈകൾ കൊണ്ട് അല്ലാതെ പ്ലാൻ ചെയ്യപ്പെട്ട വെക്കപ്പെട്ട അത് ഉണങ്ങിപ്പോയപ്പോൾ ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ വന്ന് പറഞ്ഞു, സൽമാൻ ഫാരിസി തങ്ങൾ, നബി തങ്ങളെ ഒരു മരം ഉണങ്ങിയല്ലോ നബി, അങ്ങ് വെക്കാത്തത് 299 നബി തങ്ങളാ വെച്ചത്, അങ്ങ് വെച്ചതൊക്കെ തഴച്ചു വരുന്നുണ്ട്, ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ നബി തങ്ങൾ ചെന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉണങ്ങിക്കൊണ്ടിരുന്ന മരത്തെ നബി തങ്ങൾ ഇന്ന് പൊരിച്ചെടുത്തു. ചിലരുടെ ഭാഷ പറഞ്ഞ എന്ന് നബി തങ്ങൾ വീണ്ടും അതിനെ റീപ്ലാൻ ചെയ്തു. നബി തങ്ങളുടെ കരങ്ങൾ കൊണ്ട് തന്നെ വെച്ചു. ഫാതാമത്ത് ബിൻ ആമി അക്കൊല്ലം തന്നെ അത് കായ്ച്ചു, അതും ഉഷാറായി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ ഒരളവിൽ മാത്രം, ഒരു പക്ഷിമുട്ടയുടെ അളവിൽ മാത്രം കുറച്ച് സ്വർണം ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസി തങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അത് ലിസാനിഹി, അത് നബി തങ്ങൾ അവരുടെ നാവിലിട്ടു. ഈ സ്വർണത്തിന്റെ ചെറിയൊരു അംശം, ഒരു പക്ഷിമുട്ടയുടെ അത്രയും വലിപ്പമുള്ള ഒരു സ്വർണത്തിന്റെ ഒരു ചെറിയ ഒരു പിണ്ഡം, അത് റസൂലുള്ളാഹി വായിലിട്ടിട്ട് ഒന്ന് ചുറ്റി, ലിസാനി, ഇവിടുത്തെ തിരുനാവിന്റെ മോൾ അതൊന്ന് ചുറ്റി. എന്നിട്ട് തൂക്കി നോക്കാൻ പറഞ്ഞു. സൽമാൻ ഫാരിസി തങ്ങളോട് പറഞ്ഞു തൂക്കി നോക്കി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ യജമാനന്മാർക്ക് വേണ്ടി അവർ 40 ഊക്കയാണല്ലോ ആവശ്യപ്പെട്ടത്. അപ്പൊ അത് തൂക്കി നോക്കുമ്പോൾ 40 ഊക്കയ, 40 കറക്റ്റ് അത് കൊടുത്തു. അത് അവർക്ക് കൊടുത്തും ചെയ്തു. കൊടുത്തു കഴിഞ്ഞ ശേഷവും കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. മോചിതത്താണ്. അപ്പൊ 299 മരങ്ങളും നബിതങ്ങളുടെ തിരുകരങ്ങളാൽ, പിന്നെ 300ാമത്തേതും അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങളാൽ പ്ലാൻ ചെയ്യപ്പെട്ട കുഴിച്ചിടപ്പെട്ട എല്ലാ മരങ്ങളും തഴച്ചു വളർന്നു. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് അതിലൂടെ മോചനവും കിട്ടി എന്നൊരു സംഭവം പറയാം. ഇതുപോലെ ഈ അധ്യായത്തിൽ മഹാനായ തങ്ങൾ വേറെയും ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് സഹാബിമാർക്കുണ്ടായ പല അത്ഭുത സംഭവങ്ങളും 1-2 കൂടെ പറഞ്ഞിട്ടുകൊണ്ട് നമ്മൾ ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാണ്, സമയദൈർഘ്യം ഭയന്നുകൊണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാള് കൊടുത്ത സംഭവം. വാളിന് പകരം കൊടുത്തത് ബദർ യുദ്ധത്തിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉക്കാഷ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തത് എന്താ? ജിദല ഹത്തബ്, ഒരു വെറുങ്കൊള്ളി കഷ്ണം, ഒരു വിറകുകൊള്ളി കഷ്ണം കൊടുത്തു. ബദർ യുദ്ധത്തിന്റെ നാളിൽ അദ്ദേഹത്തിന്റെ വാള് മുറിഞ്ഞു പോയപ്പോഴേ ഒരു വിറകുകൊള്ളി കഷ്ണം കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതുകൊണ്ട് എദ്രിബ്ബിഹി, നിങ്ങൾ ഇതുകൊണ്ട് യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞു. ഫഅദ ഫി യദിഹി സൈഫ, അത് അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വാരിമ എന്നുള്ള മൂർച്ചയേറിയ വാളായി മാറി. അതാണ് ഇൻഖിലാബുൽ അയാൻ എന്ന് പറഞ്ഞാൽ. അതാണല്ലോ നമ്മുടെ ശീർഷകത്തിൽ പറയുന്നത് ഇൻഖിലാബുൽ അയാൻ. അതിന്റെ തടി തന്നെ മാറുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആ വസ്തുവിന്റെ ആ സാധനം തന്നെ മാറും, ദ്രവ്യം തന്നെ മാറുകയാണ്. അതെന്തായിരുന്നു? ഒരു വിറകുകൊള്ളിയായിരുന്നു കൊടുത്തപ്പോൾ അത് പിന്നീട് നല്ല ഒരു വാളായി മാറി. طويل القامة أبيض شديد المتن فقاتل به ثم لم يزل عنده يشهد به المواقف. പിന്നെ അദ്ദേഹം ആ ബദറിൽ മാത്രമല്ല അതുപോലെയുള്ള സംഭവങ്ങളിലൊക്കെ യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹം അതുമായിട്ടാ പങ്കെടുക്കുക. അതിലൊക്കെ അദ്ദേഹം ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തുമായിരുന്നു. മുർത്തദ്ദുകാരോടുള്ള യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാകുന്നത് വരെ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണല്ലോ അഹ്ലുദ്ദയോടുള്ള യുദ്ധം. അതിൽ ഷഹീദാകുന്നത് വരെ അദ്ദേഹത്തിന് പിന്നെ ഈ പണ്ട് വിറകുകൊള്ളിയായിരുന്ന ഈ സാധനം അത് റസൂലുള്ളാഹി അത് കൊടുത്തപ്പോൾ വാളായി മാറി എന്ന് പറയാം. ഈ വാളിന് അൽ ഔൻ എന്ന പേരായിരുന്നു ചരിത്രകാരന്മാർ വിളിക്കുന്നത്, സഹാബിമാരും വിളിച്ചത്. അൽ ഔൻ എന്ന് പറഞ്ഞാൽ സഹായം. ആ വാളിന് അത്ഭുത വാളാണ്, കാരണം കൊടുക്കുമ്പോൾ വിറകുകൊള്ളിയാണ്, ഹത്തബാണ്, ജിദൽ ഹത്തബായിരുന്ന ഒരു വിറകുകൊള്ളിയായിരുന്ന ആ സാധനം പിന്നെ ഉജ്ജ്വലമായൊരു വാളായി മാറുകയാണ്. ആ വാളിന് സഹാബിമാരൊക്കെ വിളിച്ചിരുന്ന പേരാണ് അൽ ഔൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അത് പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശന് ഉഹദ് യുദ്ധത്തിൽ കൊടുത്തു എന്ന് പറയാം. വഖദ് ദഹബ സൈഫുഹു അസീബ നഖൽ. ഇതുപോലെ സംഭവം മറ്റൊരു വാള്, അത് ഒരു നഖല്, അസീബ നഖലിൻ, ഒരു ഈത്തപ്പനയുടെ ഒരു ഭാഗം, ഒരു മട്ടത് പോലെ അതിന്റെ ഒരു കഷ്ണം പോലെ ഒരു സാധനം കൊടുത്തു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹുവിന്. അത് അദ്ദേഹത്തിന്റെ കയ്യിൽ വാളായി മാറി. അങ്ങനെ പല സംഭവങ്ങളും അത് അവിശ്വസിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസംഭവ്യം തോന്നാനോ ന്യായമില്ലല്ലോ. കാരണം ചരിത്രത്തിൽ നമ്മൾ കണ്ടതാ, മൂസാ നബി ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വടിയാണ് പാമ്പായി മാറുന്നത്, ആ പാമ്പാണ് പിന്നെ വടിയായി മാറുന്നത്. അതിന് തന്നെ ഇൻഖിലാബാവാണ്, അതിന്റെ സ്വഭാവം തന്നെ മാറുകയാണ്. അത് ജനങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ. ബാക്കിയുള്ളവർക്ക് ഫിർഔനിന്റെ സാഹചര്യങ്ങളൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന കൈക്കടുപ്പം കൊണ്ടും മറ്റുമൊക്കെ ചില ബ്ലാക്ക് മാജിക് കൊണ്ട് സിഹർ കൊണ്ട് വല്ലതും കാണിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചത് ബ്ലാക്ക് മാജിക് അല്ലല്ലോ, സിഹർ അല്ലല്ലോ. അത് അക്ഷരാർത്ഥത്തിൽ അവരെ ഞെട്ടിച്ചു കളഞ്ഞ അത്ഭുത സംഭവം തന്നെയായിരുന്നല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അത്തരം സംഭവങ്ങൾ പലതുണ്ടായത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതോ അതിലപ്പുറമോ ഉണ്ടാകുന്നതിൽ അത്ഭുതപ്പെടാനെന്തിരിക്കുന്നു. അതുപോലെ വേറെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. കാലയാത്തങ്ങൾ ഉമ്മു മാബദിന്റെ ഷാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്ന വേളയിൽ ഉമ്മു മാബദ് എന്ന് പറഞ്ഞ ഒരു വനിതയുടെ ഒരു ചെറിയ കുടിലുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ആ ആടിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകര സ്പർശത്താലെ വലിയ ബറക്കത്തുണ്ടായത്. എന്തിനേറെ ഈ സംഭവം പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഹലീമത്തു സാദിയ റളിയല്ലാഹു അൻഹ മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോയപ്പോ അവിടെ വരൾച്ചയുണ്ടായിരുന്ന ആ പ്രദേശങ്ങളൊക്കെ വളരെ സുന്ദരമായി മാറി. അതുപോലെ ഒട്ടകങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ, അതുപോലെ ആടുകളുടെ സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ പാല് വന്നു. ആ വല്ലാത്തൊരു സമൃദ്ധിയുടെ ഒരു പ്രദേശവും ഒരു നാളുകളും കാലവുമായി മാറി ആ പ്രദേശവും ആ കാലവും എന്ന് ചരിത്രം പറയുന്നുണ്ട്. അന്ന് പറയുമ്പോൾ നബി പോലുമല്ല, മുബഴത്തല്ല, ചെറിയ കുഞ്ഞാണ്, മുലകുടി പ്രായത്തിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ബറക്കത്ത് അവിടെ ജീവിതകാലത്തിലുടനീളം അള്ളാഹു കൊടുത്തിരുന്ന അത്ഭുതങ്ങളാണ് എന്ന് പറയാം. അത് ബഹുമാനപ്പെട്ടവരോട് പറയുന്നുണ്ട്. വഗനമി ഹലീമത മുർദിഅതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൊടുത്ത ഉമ്മയായ ഹലീമ ബീവി റളിയല്ലാഹു അൻഹായുടെ ആടിനുണ്ടായ സംഭവം നടത്തും. ഷാരിഫിഹ വശാത്തി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ആടുകൾക്ക് ഉണ്ടായത്. അങ്ങനെ അനേകം മുഅ്ജിസാത്തുകൾ ഈ അധ്യായത്തിന്റെ ചുവട്ടിൽ ചർച്ച ചെയ്യുന്നുണ്ട്. താവൂസ് എന്നവർ റിവായത്ത് ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എന്തെങ്കിലും ഒരു പ്രയാസവുമായി ആരെ കൊണ്ടുവന്നാലും നബി തങ്ങളൊന്ന് സ്പർശിക്കുകയേ വേണ്ടതുള്ളൂ. അത് ഭ്രാന്താവട്ടെ അതുപോലെ മറ്റെന്തെങ്കിലും ആവട്ടെ, അവരുടെ ആ രോഗങ്ങൾ തൽക്ഷണം തന്നെ സുഖപ്പെടുമായിരുന്നു. ഹുനൈൻ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്ത് കാണാം. കുറച്ച് മണല് മാറിയിട്ട് നബി തങ്ങൾ ശത്രുക്കളുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. വറമാ ബിഹാ ഫി വുജൂഹിൽ കുഫാറുകളുടെ മുഖത്തേക്ക് എറിയുന്നുണ്ട്. വഖാല ഷാഹത്തിൽ വുജൂഹ്. ഹുനൈൻ യുദ്ധവേളയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മണൽ വാരിയിട്ട് പൊടിമണ്ണ് വാരിയിട്ട് വലിച്ചെറിഞ്ഞപ്പോൾ അവരുടെയൊക്കെ കണ്ണുകളിൽ പെട്ടു, അവർക്കൊന്നും കാണാൻ പറ്റിയില്ല. ഫൻസറഫു യസ്അംസഹൂന അൽ ഖദാ അൻ അയുനിഹിം, അവരുടെ കണ്ണ് തവറി ഇങ്ങനെ പോയി, അവർക്കൊന്നും കാണാൻ പറ്റിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും ഹുനൈൻ യുദ്ധത്തിൽ ഉജ്ജ്വലമായ വിജയം നേടിക്കൊടുക്കുന്നതിന് ഈ സംഭവം
വഴിവെച്ചു എന്നൊക്കെ. ഇത് പറയുമ്പോൾ ഹിജറ വേളയിലുണ്ടായ സംഭവം നമ്മളൊക്കെ കേൾക്കാറുണ്ട്, കേട്ടതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണല്ലോ കിടന്നുറങ്ങിയാണല്ലോ. ആ സമയത്ത് 70ഓളം വരുന്ന പോരാളി വീരന്മാരായ യുദ്ധവീരന്മാരായ വാൾപ്പയറ്റ് വിദഗ്ധര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞിരിക്കുകയാണ്. റസൂലുള്ളാഹി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വീട്ടിന് കഥ കഴിക്കാൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നല്ലോ. പക്ഷെ സംഭവിച്ചത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൂളായിട്ട് അവർക്കിടയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് എന്ന ഭാഗങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിലെ ആയത്ത് കുറച്ച് മണൽ വാരിയിട്ട് കുറച്ച് പൊടിമണ്ണ് വാരിയിട്ട് റസൂലുള്ളാഹി ഇങ്ങനെ എറിയുന്നു, അവരുടെയൊക്കെ കണ്ണുകളിൽ അത് അകപ്പെടുന്നു. അവർ കണ്ണ് തിരുമ്മിക്കൊണ്ടിരിക്കുക. അവർക്കിടയിലൂടെ വളരെ കൂളായിട്ട് സമാധാനത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് എക്സിറ്റായി, അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇവരതൊന്നും അറിഞ്ഞില്ല എന്ന സംഭവമൊക്കെ അത് മോചിതത്തിൽ തന്നെ. അങ്ങനെയുള്ള സംഭവങ്ങൾ പലപ്പോഴും ചരിത്രത്തിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം റസൂലുള്ളാഹിയുടെ അഹ്ലു സുഫയിലെ പ്രമുഖ സഹാബിയാണല്ലോ. ഹദീസുകൾ ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ്. ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബി ആരാണെന്ന് ചോദിച്ചാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഒരിക്കൽ നബി തങ്ങളോട് പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളോട് പരാതിപ്പെട്ടു, നബി തങ്ങളെ എനിക്ക് വല്ലാതെ മറവി കൂടുതലാണ്. ഷകാ അൻഹു നിസ്യാൻ അഥവാ ഓർമ്മയിൽ നിൽക്കുന്നില്ല, പഠിച്ചതും പറഞ്ഞതും കേട്ടതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല, മറന്നു പോവാണെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എന്ത് പറഞ്ഞു? ഫഅമറഹു ബിബസ്തി സൗബിഹി, അദ്ദേഹത്തിന്റെ മേൽവസ്ത്രം ഒന്ന് വിരിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് വഗറഫ ബിയദിഹി ഫിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് ഇങ്ങനെ വാരിയിട്ട് ഇങ്ങനെ കൊടുത്തു. എന്തോ ഒരു ഇങ്ങനെ വായുവിൽ നിന്ന് വാരിയിട്ട് പ്രതീകാത്മകമായി വാരിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇങ്ങനെ കാട്ടിക്കൊടുത്തു. എന്താ സാധനം വാരി കൊടുത്തത് ഒന്നും കാണാനൊന്നുമില്ല. ആ വിരിപ്പ് വിരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മേൽമുണ്ട് വിരിക്കാൻ വേണ്ടി പറഞ്ഞു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവോട്. എന്നിട്ട് നബി തങ്ങൾ ഇങ്ങനെ 3 വട്ടം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അളന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ വാരിക്കോരി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അത് നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് ആ മുണ്ട് ചേർത്ത് നെഞ്ചത്തേക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ 3 വട്ടം വാരി കൊടുത്തിട്ട് ആ വസ്ത്രം എടുത്തിട്ട് ചേർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു. ഫഫഅല, അത് അദ്ദേഹം ചെയ്തപ്പോ ഫമാ നസിയ ഷൈഅൻ ബഅദു, അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന് മറവി എന്ന് പറഞ്ഞൊരു മുസീബത്ത് ഉണ്ടായിട്ടില്ല, മറവി എന്ന് പറഞ്ഞ വിഷയം പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഒന്നും മറക്കൂലായിരുന്നു, എല്ലാം ഹൃദ്യസ്ഥമായി കല്ലിൽ കുത്തിയ പോലെ മനസ്സിനകത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ അനേകം ധാരാളം. അതുപോലെ ജരീർ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് തലോടുന്നുണ്ട്. നെഞ്ചത്തൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയ പരാതി, വിഷമം എന്തായിരുന്നു വെച്ചാൽ അദ്ദേഹത്തിന് കുതിരപ്പുറത്ത് നിൽക്കാൻ കഴിയുമായിരുന്നില്ല, വീഴാൻ പോവാം. കുതിരപ്പുറത്ത് ഇരിക്കുമ്പോഴേക്ക് വീഴാൻ പോവാം. കാനല്ല വറൽ ഖൈൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ മുകളിൽ മാറിടത്തിൽ ഒന്നിങ്ങനെ കൈകൊണ്ട് തടവി കൊടുത്തപ്പോ ഫസാറ മിൻ അഫ്റസിൽ അറബ്, അറബികളിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ അശ്വമേധ വിദഗ്ധൻ അല്ലെങ്കിൽ കുതിര സവാരി വിദഗ്ധൻ, കുതിരയോട്ട വിദഗ്ധനൊക്കെയായി അദ്ദേഹം. കുതിരപ്പുറത്ത് ഇരിക്കാൻ പോലും കഴിവില്ലാതിരുന്ന അദ്ദേഹം ഏറ്റവും അഗ്രഗണ്യനായ ഒരു ഹോഴ്സ് റൈഡറായി മാറി. അതുപോലെ അബ്ദുറഹ്മാൻ ബിൻ സെയ്ദ് ബിൻ ഖത്താബ് എന്നവർ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഒന്ന് തടവി കൊടുത്തു. കാന ദമീമ, അദ്ദേഹം കാഴ്ചയിൽ കുറെ വൈരൂപ്യങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ആ ദുആക്ക് ശേഷം നബി തങ്ങളുടെ സ്പർശനത്തിന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹം ഏറ്റവും അധികം ഗാംഭീര്യവും സൗന്ദര്യവുമുള്ള നല്ല ഒരാളായി മാറി എന്ന് ചരിത്രം പറയാം. ഇങ്ങനെ അനേകം സംഭവങ്ങൾ തങ്ങൾ കിതാബ് ശിഫായിൽ ഈ അധ്യായത്തിലും പറയുന്നുണ്ട്. സമയ ദൈർഘ്യം പറയുന്നതുകൊണ്ട് പലതും ഞാൻ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളുടെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞതൊക്കെയും. ആ മുഅ്ജിസാത്തുകളിലൂടെ ഹബീബ് തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അവരുള്ള ഈമാനും അതുപോലെ അവരോടുള്ള മഹബ്ബത്തും അധികരിക്കാനും നമുക്ക് ഇതൊക്കെ കാരണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.